ഹായ് ഓൾ, സെലൻഡിസ് ഇ സർവീസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വാഹനം വാങ്ങിയവരാണോ നിങ്ങൾ? അതും TP നമ്പർ അഥവാ ടെമ്പററി രജിസ്ട്രേഷനിലൂടെ. വാഹനം വാങ്ങിയതിന് ശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പറിനായിട്ട് RTOയിലേക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ? പക്ഷേ നിങ്ങൾ സെലക്ട് ചെയ്ത നമ്പറിൽ ഒന്നിലധികം ആപ്ലിക്കൻസ് ഉണ്ടാവുകയും ബിഡിംഗ് അഥവാ ലേലത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച നമ്പർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയാതെ പോയി എന്നൊരു സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. വാഹന ഉടമ സെലക്ട് ചെയ്ത നമ്പറിന് ഒന്നിലധികം ആപ്ലിക്കൻസ് വരുന്നുണ്ടെങ്കിൽ ലേലത്തിലൂടെ അഥവാ ബിഡിങ്ങിലൂടെയാണ് ആ നമ്പർ RTO വാഹന ഉടമയ്ക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. സോ ഈ ബിഡിങ്ങിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ 3000 രൂപ അടച്ചാണ് നമ്മൾ ഒരു നമ്പർ രജിസ്റ്റർ ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ നമ്പർ കാറ്റഗറി ഈ എമൗണ്ട് മാറുന്നതാണ്. ബിഡിങ്ങിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ എമൗണ്ട് കൊണ്ട് നമ്മൾക്ക് പിന്നീട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഈ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് മറ്റൊരു നമ്പർ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതുമല്ല, ഓട്ടോമാറ്റിക്കലി നമുക്ക് റീഫണ്ട് കിട്ടുന്നതുമല്ല. അതിനായിട്ട് ഓൺലൈനായിട്ട് തന്നെ നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് റീഫണ്ടിങ്ങിന് വേണ്ടിയിട്ട്. സോ RTOയിൽ നിന്നുള്ള റീഫണ്ട് കിട്ടുവാനും ബിഡിങ്ങിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.